ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമ. തൊണ്ടയൊക്കെ ഇന്ന് ഇച്ചിരി സൗണ്ടൊക്കെ മാറിയിരിക്കുന്ന ജലദോഷമാണ്. കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ വരുന്നൊരു ചിന്തയാണ്. ചിലപ്പം ലെന ചേച്ചിയായിട്ട് നമ്മുടെ മലയാളം ഫിലിം സ്റ്റാർ ലെന ചേച്ചിയായിട്ട് സാമ്യം തോന്നിയ അത് വെറും സാമ്യം മാത്രമാണ്. നമ്മളിങ്ങനെ റോബോട്ട് പോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, ബാക്കി കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസവും സെയിം തന്നെ. ഓഫ് കിട്ടിയാൽ ചെയ്യാൻ വേറെ കാര്യങ്ങൾ കുറേ. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു, വർഷങ്ങൾ പോകുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി നമ്മളൊരു കുമ്പളയ്ക്കകത്ത് കയറുന്നു, ബബിളിനകത്ത്. ആ ബബിളിന് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ആ ബബിളെന്ന് പറയുന്നത് ചിലപ്പം ഒരു ബുക്കായിരിക്കാം, നമ്മളതിനകത്ത് ഡീപ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കാം. ചിലപ്പോൾ അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സം പേഴ്സൺസ് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായിട്ട് കടന്നു വരുന്ന കുറച്ച് മനുഷ്യരായിരിക്കാം. ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം ആ ഒരു കുമിള, ആ ഒരു ബബിളിനകത്ത് നമ്മൾ എത്രത്തോളം ഹാപ്പിയാണെങ്കിൽ നമ്മളിപ്പം ആ കുമിള എപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടുമോ എന്നോർത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം അത് ടെമ്പററിയാണ്. ഒരു ദിവസം എന്തായാലും ആ കുമിള പൊട്ടും, ഉറപ്പായിട്ടും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടേ? നമ്മുടെ എന്നത്തെയും ഒരു ഡ്രൈ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ മാക്സിമം നമ്മളത് എൻജോയ് ചെയ്യുക. നമ്മൾ ആ ബുക്കാണെങ്കിൽ ആ ബുക്കിനകത്ത് ഇൻവോൾവ് ചെയ്തങ്ങ് നമ്മളായിട്ടങ്ങ് ജീവിക്കുക, ആ ബുക്കിനകത്തങ്ങ് ജീവിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രോഗ്രാം ആയിരിക്കാം, നമ്മൾ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ, ഒരു മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതിനകത്ത് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുക. നമ്മൾ ആ കുമ്പളയ്ക്ക് പുറത്ത് വരുന്ന കാര്യം ചിന്തിക്കാതിരിക്കുക. ആ സമയത്ത് ലീവ് ഓൺ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് വിത്ത് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്ന ആ പേഴ്സൺ ആയിരിക്കാം. അപ്പം ഇപ്പം അവരുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ജസ്റ്റ് എൻജോയ് ദാറ്റ് ടൈം വിത്ത് ദം. അപ്പം അങ്ങനെ നമ്മളെന്ന് മുമ്പ് പറഞ്ഞ പോലെ എന്ന് കുമിള പൊട്ടും എന്നാലോചിക്കാതെ നമ്മൾ ആ കുമിളയ്ക്കകത്തായിരിക്കുന്നിടത്തോളം കാലം ആ മാജിക് വേൾഡിനകത്ത് നമ്മൾ ജീവിക്കുക. പിന്നെ നമുക്കറിയാം തിരിച്ചു വരുമ്പോഴും നമ്മൾ ആ സെയിം സിറ്റുവേഷനിലൂടെ തന്നെ പോകണം. ചിലപ്പോൾ ആ കുമിള ചിലപ്പം ഒരു ദിവസം നീളമുള്ളതായിരിക്കാം, ചിലപ്പം ഒരാഴ്ച നീളമുള്ളതായിരിക്കാം, ചിലപ്പം കുറച്ച് മാസങ്ങൾ നീളമുള്ളതായിരിക്കാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ, ജസ്റ്റ് എൻജോയ് ദാറ്റ് മൊമെൻറ്റ്. താങ്ക് യു. എനിക്കറിയാം ഇത് കുറച്ച് വട്ടാണ്, ചിലപ്പം ആർക്കും മനസ്സിലാവത്തില്ലായിരിക്കും, ബട്ട് തോന്നിയതൊക്കെ പറയണ്ടേ. ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.